ഈ രാത്രി സമയം നാം ആ തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് കണ്ടത് യാക്കോബ് അവിടെ പറയുന്നതാകുന്ന വിഷയം വിസ്ഡം ഫ്രം അബവ് ആൻഡ് വിസ്ഡം ഫ്രം ദ എർത്ത് ഓർ എർത്ത്ലി വിസ്ഡം. 2 നിലകളിലുള്ളതാകുന്ന ജ്ഞാനത്തെക്കുറിച്ച് യാക്കോബ് പറയുന്നു. ജ്ഞാനം എന്നുള്ളത് എന്താണെന്നൊക്കെയുള്ള വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതാണ്. യഹോവ ഭക്തിയാണ് ജ്ഞാനം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അങ്ങനെയൊക്കെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിപ്പാൻ പോകുന്ന വിഷയം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയും പെട്ടെന്ന് ചില കാര്യങ്ങളിലൂടെ തുടർന്ന് ചിന്തിക്കുകയും ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 14-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഷയം, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു വിഷയം യാക്കോബ് ഇവിടെ പറയുകയാണ്. ഈ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യാക്കോബ് പ്രധാനമായിട്ട് പറയുന്ന വിഷയം എർത്ത്ലി വിസ്ഡം. എന്താണ് ഭൗമികമാകുന്ന ജ്ഞാനം എന്ന് താൻ അർത്ഥമാക്കുന്നത്, അതിനെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. അതായത് ഇഫ് എ പേഴ്സൺ he has all the bitter envy, selfish ambition in the heart and he claims to be a wise person, James says, in effect, he is living a lie. And he is conducting himself in a way that denies the claim of being a wise person. That's what James says. യാക്കോബോട് പറയുന്ന വിഷയം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ലക്ഷണമെന്നുള്ളത് സൗമ്യതയാകുമ്പോൾ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പോൾ യഥാർത്ഥ ജ്ഞാനമെന്നുള്ളത് ഇറ്റ് ഈസ് ദ വേ വി കണ്ടക്ട് അവർസെൽസ്, നമ്മുടെ ജീവിത രീതിയാണ് ജ്ഞാനമെന്ന് യാക്കോബ് അവിടെ പറയുകയാണ്. ഇവിടെ ഈ ഭൗമികമാകുന്ന ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്താണ്, അതിൻ്റെ സവിശേഷത എന്താണ്, അതിൻ്റെ ഫലം എന്താണ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് വരുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്ന്, the source of the earthly wisdom. Secondly, the nature of that wisdom. What is the characteristic or the nature of the wisdom that James tells us about, this earthly wisdom, and the result of earthly wisdom. We have seen, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു, യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ആ ജ്ഞാനത്തിൻ്റെ സവിശേഷ ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ ഓരോന്നായിട്ട് ചിന്തിച്ചു. മാത്രമല്ല ആ ജ്ഞാനമുള്ള ആളിൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഭൗമികമാകുന്ന ജ്ഞാനത്തെക്കുറിച്ച് യാക്കോബ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാം.
നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ജ്ഞാനമെന്നുള്ളത് യാക്കോബ് പറയുന്നു, ഇത് നേരത്തെ താൻ സൂചിപ്പിച്ച ആ ജ്ഞാനത്തിന് നേരെ വിപരീതമായിട്ടുള്ളതാണ്. എന്താണത്? ഒന്ന്, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭൗമികമാണ്, ഇറ്റ് ഈസ് എർത്ത്ലി. രണ്ട്, ഇറ്റ് ഈസ് അൺസ്പിരിച്വൽ. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇറ്റ് ഈസ് എർത്ത്ലി, അൺസ്പിരിച്വൽ, ആൻഡ് ദെൻ ഇറ്റ് ഗെറ്റ്സ് വർസ്, ഇറ്റ് ഈസ് ഡീമോണിക്. ഇറ്റ് ഈസ് ഡീമോണിക്. ഇറ്റ് ഈസ് ഓഫ് ദ ഡെവിൾ. ഇറ്റ് ഈസ് ഓഫ് ദ ഡെവിൾ. അപ്പോൾ ഭൗമികമാകുന്ന രണ്ട് വിധത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഒന്ന്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ആ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അത് വളരെ പ്രായോഗികമാകുന്ന വിഷയമാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായല്ലോ. ഇത് ഒന്നാമതായിട്ട് യാക്കോബ് ഇതിനെ വിശേഷിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഇറ്റ് ഈസ് എർത്ത്ലി. എർത്ത്ലി എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, ഉയരത്തിൽ നിന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ സ്വർഗീയമായതിൻ്റെ നേരെ വിപരീതമാണ് എർത്ത്ലി എന്നുള്ള പദം കൊണ്ട്, അല്ലെങ്കിൽ ഭൗമികം എന്നുള്ള പദം കൊണ്ട് യാക്കോബ് അർത്ഥമാക്കുന്നത്. സോ വെൻ ദ ബൈബിൾ മെൻഷൻസ് ദ വേർഡ് എർത്ത് ഓർ എർത്ത്ലി, it does not always have a negative connotation. ഇതിന് എല്ലാ സമയത്തും ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റായ നിലയിലുള്ള അർത്ഥം ആ വാക്കിന് ഇല്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് ടിപ്പിക്കൽ ഓഫ് ഓർ വാട്ട് ബിലോങ്സ് ടു ദ എർത്ത്. അത് ഭൂമിയിൽ നിന്നുള്ളത് എന്നുള്ള അർത്ഥത്തിൽ, വളരെ പൊതുവായ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് വേദപുസ്തകത്തിൽ അനേക വേദഭാഗങ്ങളുണ്ട്. അതെല്ലാം ഞാൻ എടുത്തു പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗം യോഹന്നാൻ 3:12, അതുപോലെ 1 കൊരിന്ത്യർ 15:40, 2 കൊരിന്ത്യർ 5:1. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഭൗമികമായത്, ഭൂമിയിൽ നിന്നുള്ളത് എന്നുള്ള ഒരു പൊതുവായ അർത്ഥമേ അതിനുള്ളൂ. അത് ഉദാഹരണത്തിന് 2 കൊരിന്ത്യർ 5:1 ഒന്ന് വായിച്ചോളൂ. മറ്റു വാക്യങ്ങളും അനേക വാക്യങ്ങളുണ്ട്. യോഹന്നാൻ 3:12, 1 കൊരിന്ത്യർ 15:40, ജോൺസ് ഗോസ്പൽ 3:12, 1 Corinthians 15:40, 2 Corinthians 5:1 and Philippians 2:10. All these places, when it speaks about earthly, it only means that which belongs to the earth. In what sense it is used? ഒരു 1-2 വാക്യങ്ങൾ വായിച്ചോ. 2 കൊരിന്ത്യർ 5:1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ. നോക്കുക, അപ്പോൾ ഞങ്ങളുടെ ഈ ഭൗമഭവനം, ബാക്കിയുള്ള റെഫറൻസുകളെല്ലാം നിങ്ങൾ എടുത്ത് വായിക്കേണ്ട, വീട്ടിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഭൗമികമായത് എന്ന് യാക്കോബ് പറയുമ്പോൾ ഭൂമിയിൽ നിന്നുള്ളത്, അതിനകത്ത് അതിൽ കവിഞ്ഞ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തെറ്റായ ഒരർത്ഥതലം ആ വാക്കിന് ഈ പറഞ്ഞ വേദഭാഗങ്ങളിലൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. ദർ ഈസ് നോ നെഗറ്റീവ് implication in all these references which we referred to just now. It is neutral. It means it is from earth, like our body. That's what in 2 Corinthians 5:1, kudaramaguna, this earthly tabernacle, because it is from the earth. So that is the meaning. But
when used in the sense of thinking or behavior, earthly, the word earthly has a negative nuance. അപ്പോൾ ഇത് ഭൗമികമായത് എന്ന് പറയുന്ന വാക്ക് വേദപുസ്തകത്തിൽ പൊതുവായി ഉപയോഗിച്ചിരിക്കുന്ന ഇടങ്ങളിലൊന്നും തന്നെ അതിന് തെറ്റായ ഒരർത്ഥമില്ല. എന്നാൽ നമ്മുടെ ചിന്താഗതികളെക്കുറിച്ചും നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന വേദഭാഗങ്ങളിൽ ഈ വാക്കുപയോഗിക്കുമ്പോൾ അതിന് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരർത്ഥമാണ്. It has a narrow perspective that fails to consider God's realm and will. അപ്പോൾ എർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതിയോട് നമ്മുടെ താല്പര്യങ്ങളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതത്തിനും ദൈവീകമാകുന്ന ആ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ്റെ താല്പര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആ വാക്കുപയോഗിക്കുമ്പോൾ അതിന് വളരെ തെറ്റായ ഒരാശയമാണ് ഈ പദം നൽകുന്നത്. ഉദാഹരണത്തിന് somebody read ദയവായിട്ട് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 and verse 19. 3 and verse 19 വായിച്ചോളൂ. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ their mind is set on earthly things. ഭൂമിയിലുള്ള, അതുകൊണ്ടല്ലേ കൊലോസ്യ ലേഖനം 3:1 പോൾ പറയുന്നത് സെറ്റ് യുവർ മൈൻഡ് ഓൺ ഹെവൻ, സെറ്റ് യുവർ മൈൻഡ് ഓൺ ദാറ്റ് വിച്ച് ഈസ് എബവ്. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എർത്ത് ബൗണ്ട് ആൻഡ് ടൈം ബൗണ്ട്, and all of the aspirations of the earthly wisdom are measured by achievement in the here and now. എന്തിനാ? എല്ലാം എർത്തിലിയാണ്, എല്ലാം ഭൗമികമാണ്. ഏത് കാര്യം പറഞ്ഞാലും അത് ഭൂമിയിലെ നേട്ടത്തിനു വേണ്ടിയിട്ടാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ അറിയാതെ തന്നെ ഇത് നമ്മുടെ ഇടയിൽ ഇങ്ങനെ നുഴഞ്ഞു കയറും കേട്ടോ. നുഴഞ്ഞു കയറും. എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നതെന്നറിയാം? ചില പാട്ടുകൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എനിക്കറിയാൻ വയ്യ അത് എന്തുകൊണ്ട് നമ്മുടെ ജനത്തിന് അത് മനസ്സിലാകുന്നില്ലെന്ന്. എനിക്കിപ്പോഴും അതൊരു അജ്ഞാതമായി ഇറ്റ് ഈസ് എന്താ പറയുന്നത്, അതൊരു കീറാമുട്ടിയാണ് എൻ്റെ ചിന്തയിൽ. വൈ ഇറ്റ് ഈസ് നോട്ട് പ്ലെയിൻ ടു ദ പീപ്പിൾ ഓഫ് ഗാഡ്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഹിറ്റ് പാട്ട് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്തുതി ആരാധന ऊपर जाते हैं, आशीष लेके
So what is the message we are giving? മെസ്സേജ് കൊടുക്കുന്നത് എന്നാണെന്നറിയാമോ? കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്: സ്തുതി, ആരാധന അങ്ങോട്ട് കൊടുത്താൽ ആശിഷ് ഇങ്ങോട്ട് കിട്ടും. ആശിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശിഷിൻ്റെ കാര്യമല്ലേ പറയാം, ബ്ലെസ്സിങ്. അതാണ് നിങ്ങൾക്കുള്ളതെല്ലാം ഇങ്ങ് കൊണ്ടുപോവാ. Give the man of God. It is a lie. Greed. അതിൻ്റെ പേര് സത്യത്തിൽ ഇതെന്താ? എന്തോ ഒരു കർത്താവ് പറഞ്ഞതിനെല്ലാം വിപരീതമാണ് അല്ലേ? നമ്മുടെ ഗ്രീഡിനെ, നമ്മുടെ അത്യാഗ്രഹത്തെ, കാരണം ഇത് ഓൾറെഡി ഉണ്ട്, ഈ അത്യാഗ്രഹം ഓൾറെഡി കിടക്കുക. ഈ അത്യാഗ്രഹം ഓൾറെഡി കിടക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ഇല്ലീഗൽ വഴി പോയി സംഗതി കുഴപ്പമാകുന്നതിനേക്കാളും നല്ലത് പ്രാർത്ഥിച്ച് കൊടുത്ത് ഇങ്ങോട്ട് കിട്ടുമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാണ് ഗ്രീഡ്. കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കരുത്. അപ്പോൾ വേറെ വാക്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുമെന്ന് എനിക്കറിയാം. കൊടുത്താൽ കിട്ടും എന്നൊക്കെ പറയല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് ഈ എല്ലാ കാര്യം, ഈവൻ കൺസിഡറേഷൻ ഓഫ് സ്പിരിച്വൽ and eternal things are considered in the light of earthly achievement. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. അത് നമ്മൾ കൊടുക്കുന്നതും നമ്മൾ സ്തുതി അർപ്പിക്കുന്നതും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ഒക്കെ തന്നെ അതങ്ങോട്ട് കൊടുത്തേച്ച് ഇങ്ങോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹത്തിൽ നിന്നാകരുത്. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ്, വേദപുസ്തകം എന്നാ പഠിപ്പിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ഞാനിത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ഇത് ആവർത്തിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇത് എത്ര ആവർത്തിച്ചാലും പലർക്കും ഇത് മനസ്സിലാകുന്നില്ല. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. ശ്രദ്ധിച്ചേ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തേച്ച് ഇങ്ങോട്ട് മേടിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. എവ്രിതിങ് ഈസ് ഗോഡ്സ് മേഴ്സി അല്ലേ? നമ്മൾ ഡിസേർവ് ചെയ്യുന്ന വല്ലതും ആണോ ദൈവം തരുന്നേ? ഡിസേർവ് ചെയ്യുന്നതായിരുന്നു തരുന്നെങ്കിൽ നമ്മളാരും ഇവിടെ ഉണ്ടാകുകയല്ല. ഗോഡ്സ് മേഴ്സി ആൻഡ് ഗ്രേസ്, ദൈവത്തിൻ്റെ കരുണയും അവിടുത്തെ കൃപയുമാണ്. എന്നിട്ട് താഴോട്ട് പറയുന്നത് എന്നറിയാമോ? ഒന്ന് വായിച്ചോളൂ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. സകലവും അവങ്കൽ നിന്നും അവനാലും അവങ്കലേക്കും. സകലവും അവനിൽ നിന്ന് അവനാൽ അവങ്കലേക്ക്. എന്നിട്ട് പറയുക, അവന് എന്നേക്കും മഹത്വം. To him be the glory forever. Amen. എന്നിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവിനെ നമ്മൾ ഓർത്താൽ പിന്നെ അവിടെ ആ ഒരു
എന്താ പറയുന്നേ, ആ ഒരു യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയില്ല. നമ്മൾ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് മേടിക്കാമെന്നുള്ള ചിന്ത വരികയില്ല. കാരണം ദൈവത്തിൻ്റെ മനസ്സലിവ് എത്ര വലുതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി സമർപ്പിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കും മനസ്സിലാക്കിയാണ് നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാരിറങ്ങിയത്. ഇന്ന് നമുക്ക് എന്ത് പറ്റി എനിക്കതാ മനസ്സിലായത്. അന്ന് അവർ പാടിയ പാട്ട് ഏതാണെന്നറിയാമോ? തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ട് എന്നേക്കും തന്നിൽ പ്രേമമായി. തൻ്റെ പേർക്ക് എന്ന് പറഞ്ഞാൽ when they found Christ, ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പം വേറെ ഒന്നും അവർക്ക് വിഷയമല്ല. തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ട്, അതല്ലേ സംഭവിച്ചത്. നമ്മുടെ വല്യപ്പച്ചന്മാർ പലരും വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഇറക്കി വിട്ടതും അവർക്ക് ഭാഗം കൊടുക്കാതിരുന്നതും അതൊക്കെയല്ലേ സംഭവിച്ചത്. അവർക്കതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. അവരാരെയൊക്കെ ഇതാണ് എർത്തലി വിസ്ഡവും ഹെവൻലി വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞത്, എവ്രിതിങ് ഈസ് സീൻ ഇൻ ദ ലൈറ്റ് ഓഫ് ഹിയർ ആൻഡ് നൗ. എർത്തലി അച്ചീവ്മെൻറ്റ്, അതാ വിഷയം. യാക്കോബ് പറയുകയാണ്, നോക്കിയേ, അവിടെ ഇത് ഈ ഭൗമികമാകുന്ന ജ്ഞാനമെന്ന് പറയുന്നത് ഒന്ന്, അത് ഭൗമികമാണ്, എർത്തലിയാണ്, എർത്ത് ബൗണ്ടാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നു. ഭൂമിയിലുള്ളത് എപ്പോഴും അതിൻ്റെ വെളിച്ചത്തിലാണ് ചിന്ത. പ്രിയപ്പെട്ടവരെ, അടുത്തത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ എർത്തലി വിസ്ഡത്തിൻ്റെ ഒരു സവിശേഷത, അത് പ്രാകൃതമാണ്. ആ പ്രാകൃതം എന്ന വാക്ക് സത്യത്തിൽ ഇറ്റ് ഈസ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് സോളിഷ്, ദാറ്റ് വിച്ച് പെർറ്റെയിൻസ് സോൾ. അത് അങ്ങനെ പറയാനുള്ള ഒരു കാര്യം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സൈക്കിക്കോസ് എന്ന ആ ഗ്രീക്ക് വേർഡാണ്. ആ ഗ്രീക്ക് വേർഡ് എന്നുള്ളത് ഇറ്റ് ഈസ് പെർറ്റൈനിങ് ടു ദ സോൾ. അത് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം തന്നെ ഇറ്റ് ഹാസ് ഗോട്ട് എ നെഗറ്റീവ് കൊണോട്ടേഷൻ. അതിന് ഒരു തെറ്റായ നിലയിലാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. ചില വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. 1 കൊരിന്ത്യർ 2:14, 1 Corinthians 2:14. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ, സോളിഷ്, അവനെന്ത് ചെയ്യുന്നില്ല? ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതവന് ഭോഷത്വമാ. നിത്യതയെക്കുറിച്ച് പറയുന്ന അവന് ഭോഷത്വമാ. നിത്യതയ്ക്ക് വേണ്ടി ഇവിടെ പലതും ത്യജിക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞാൽ അത് ഭോഷത്വമാ. നമ്മുടെ പല ആൾക്കാരും പൊക്കിക്കൊണ്ട് നടന്ന ഒരുത്തൻ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം എന്നാ കഷ്ടതയിലും പാടുവാനില്ല, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന
ഇതൊക്കെ എഴുതിയ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഏത് പൊന്നുമോനാണേലും നിങ്ങളത് പാടണ്ട, അത് കീറിക്കളഞ്ഞേര്. ഇന്ന് അദ്ദേഹം എങ്ങുമില്ല. പണ്ട് ആരോട് പറഞ്ഞ പോലെ പിന്നെ അയാൾ പിന്മാറ്റത്തിൽ നിന്നും പോയെന്ന് പറഞ്ഞ പോലുള്ള നിലയിലാണ് അവരൊക്കെ. പക്ഷേ അവരെയൊക്കെ ഒരു സമയത്ത് നമ്മുടെ സോ കോൾഡ് ലീഡേഴ്സ് സ്റ്റേജ് കൊടുക്കുകയായിരുന്നു. വാട്ട് എ ഡിസെപ്ഷൻ ഇറ്റ് ഈസ്. ഡെവിളിഷ് പൈശാചികം. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചേ. where human feeling and human reason reign supreme. ഇതാണ് ഇവിടെ ഇതെല്ലാം വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യം. ഇവർക്കെല്ലാം ഈ ഇന്നത്തേതുമായിട്ട് മാത്രമേ അവർക്ക് ഏതും ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഒരു വാക്യമൊന്ന്, അത് നമ്മളൊക്കെ അത് ഉപയോഗിക്കുന്നൊരു വാക്യമാണ്, അതുകൊണ്ട് അതൊന്ന് ഒന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചേ. ഫസ്റ്റ് കൊരിന്ത്യൻസ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നോക്കുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു സമയത്ത് ഈ ഫോർച്യൂൺ കുക്കീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫോർച്യൂൺ കുക്കീസ്. നമ്മുടെ ഇടയിൽ ഈ ഫോർച്യൂൺ കുക്കീസ് വിതരണമുണ്ട്. എപ്പോഴാണെന്നറിയോ? അറിയത്തില്ല, ഞാൻ പറയാം. 1-ാം തീയതി, ജനുവരി 1-ാം തീയതി ഫോർച്യൂൺ കുക്കീസ് ഇങ്ങനെ കറക്കി എടുക്കുക. ചുമ്മാതെ വെറുതെ. അത് അങ്ങനൊന്നും എടുക്കാനല്ല പുസ്തകം തന്നേക്കുന്നത്. ഞാനിത് മുൻകൂർ എറിയുക, കാരണം ഞാനിവിടെ ഉള്ളപ്പോൾ ഈ 31-ന് ഈ പരിപാടി ഉണ്ട്, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ കിട്ടുന്ന ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അപ്പോൾ അതിനു വേണ്ടി എഴുതുന്നൊരു വാക്യമാണിത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒഴുക്കിയിട്ടുള്ളത് ചെവി കണ്ടിട്ടില്ല. അതുപോലൊക്കെ തന്നെയാണ് സംഭവം. ചെവി കണ്ടിട്ടില്ല. ഞാൻ തെറ്റ് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നത് അത് എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിച്ചായിരിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം സത്യത്തിൽ എന്താ അത്? അവിടെ പോള് പറയുന്നതും നമ്മൾ അതിന് കൊടുക്കുന്ന മീനിങ്ങുമായിട്ട് അതിനെന്തേലും ബന്ധമുണ്ടോ? ഒന്ന് കണ്ണ് തുറന്നൊന്ന് വായിച്ചേ. അതിൻ്റെ 6 തൊട്ടൊന്ന് വായിച്ചേ. അതൊന്ന് വായിച്ച് ധ്യാനിച്ചേച്ച് ഇതെടുത്തേച്ച് നമുക്ക് PR കിട്ടുന്നതും പിന്നെ എന്താ പറയുന്നേ, സിറ്റിസൺഷിപ്പ്, അതിനെക്കുറിച്ചാണോ ഈ പറയുന്നേ? അല്ല പ്രിയരെ, എനിക്കറിയാം, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് പറയുന്നത്. PR എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമാണ്. വലിയ കാര്യമൊന്നും അല്ലെന്നേ, വലിയ കാര്യമൊന്നുമല്ല. PR കിട്ടിക്കോ, ദാറ്റ്സ് ഫൈൻ. ദൈവം നിങ്ങളെ ആക്കുന്നിടത്തായിക്കോ. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ നിവർത്തീകരിക്കണം. അതാ വിഷയം. നമ്മൾ ഇന്നടത്ത് ദൈവം നമ്മളെ ആക്കിയെന്ന് പറഞ്ഞേച്ച് പിന്നെ നമുക്ക് സ്പിരിച്വലി നമ്മൾ വട്ടപൂജ്യമാണെങ്കിൽ വാട്ട് ഈസ് ദ യൂസ്? എന്താ അതിനകത്ത് യൂസ്? ഒരു യൂസും ഇല്ല. നമ്മൾ എവിടെയായിരുന്നാലും, എവിടെ വേണേൽ ദൈവം നമ്മളെ എവിടെയാക്കട്ടെ, അത് പ്രശ്നമില്ല. ദൈവം നമ്മളെ ആകട്ടെ. പക്ഷെങ്കിൽ നമ്മൾ വലിയ കാര്യം അച്ചീവ് ചെയ്തില്ലെങ്കിലും ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് എന്തിനു വേണ്ടി ആക്കി വെച്ചോ അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എന്താ? നമ്മൾ എവിടെയാണെങ്കിൽ എന്താ? എവിടുത്തെ PR കിട്ടിയെങ്കിൽ എന്താ? ഒരു കാര്യമില്ല. ഒന്ന് ശ്രദ്ധിച്ചേ ആ വാക്യം, അതിൻ്റെ 6 മുതൽ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ
എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ. ആ ദൈവത്തിന്റെ ജ്ഞാനം, ആ ജ്ഞാനം വായിച്ചു. ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. നോക്കിയേ, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. എന്നിട്ട് പറയാ, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. ഇനി അടുത്തത് വായിക്കണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. സത്യത്തില് അതിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ഒന്ന് വായിക്കുന്നത് കുറച്ചുകൂടെ മനോഹരമായിരിക്കും. Can somebody read that for me in English, verse 8 and 9? Which none of the rulers of this age knew. For had they known, they would not have crucified the Lord of glory. But as it is written. But, that word is very important. But, as it is written. Eye has not seen. നോക്കിയേ, അപ്പോൾ അത് മലയാളത്തിലില്ല, ആ പദമില്ല. അതുകൊണ്ടാ ബട്ട് ആസ് ഇറ്റ് ഈസ് റിട്ടൺ. അപ്പോൾ മുകളിൽ പറഞ്ഞു, ഇതാണ് ഞങ്ങൾ പ്രസംഗിച്ചതാകുന്ന ദൈവജ്ഞാനം. എന്താണ് ആ ദൈവജ്ഞാനം? ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. അതാ ദൈവജ്ഞാനം. ആ ദൈവജ്ഞാനം അത് ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ തേജസ്സിന് വേണ്ടി എന്ത് ചെയ്തു? ഒരുക്കിയിരുന്നതാ. എപ്പോൾ? എൻ്റെ കൂടെ വരണേ. എപ്പോൾ ഒരുക്കിയെന്നാ പറഞ്ഞേ? എപ്പോൾ ഒരുക്കിയെന്നാ പറയുന്നത്? 7-ാം വാക്യം. ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവം എന്ത് ചെയ്തു? അതൊരുക്കിയിരുന്നു. നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം. പക്ഷേ ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് മറഞ്ഞിരുന്ന ഒരു സത്യം സുവിശേഷത്താൽ നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശിപ്പിച്ചു തന്നു. തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു. പക്ഷേ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മുഖാന്തരം ദൈവം ഞങ്ങൾക്ക് നിത്യ തേജസ്സിൻ്റെ വഴി ഒരുക്കിയെന്നുള്ളത് ഞങ്ങൾക്ക് മുൻപേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. അത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെയാണ്. ഏത് കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവജ്ഞാനമാണെന്ന് പാപികളാകുന്ന നമ്മുടെ കണ്ണു തുറന്ന് പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൽ വിശ്വസിപ്പാനുള്ള ഭാഗ്യം കിട്ടിയ ആ മഹാഭാഗ്യത്തെക്കുറിച്ചാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ. നമ്മളെ അത് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ അതാ എവ്രിതിങ്. നമ്മൾ ഈ ഭൗതികമാകുന്ന അതാ പോള് പറഞ്ഞത്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുക. ദേ ക്യാൻ ഓൺലി തിങ്ക് അബൌട്ട് ദാറ്റ് വിച്ച് ഈസ് എർത്ത്. എന്നാൽ പോള് പറയുക, if your wisdom is such, of course you have a wisdom, but the problem is that wisdom is earthly. അത് നിനക്ക് വിസ്ഡം ഉണ്ട്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ സെക്കൻഡ് കൈൻഡ് ഓഫ് വിസ്ഡം അതുണ്ട്. പക്ഷെങ്കിൽ അത് ഭൗമികമായിട്ടുള്ളതാണ്. അത് അടുത്തതായിട്ട് യാക്കോബ് പറയുന്നത് ശ്രദ്ധിച്ചേ, അത് പൈശാചികമാണ്. ഇറ്റ് ഗെറ്റ്സ് വേഴ്സ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി
worldly wisdom or earthly wisdom is rooted in the spiritual forces of evil. മനസ്സിലാക്കണം, ക്രിസ്തു എന്നുള്ള ആ ട്രഷറിൽ നിന്ന് നമ്മുടെ കണ്ണിനെ മാറ്റുന്ന സകല കാര്യവും നാം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ദ സ്പിരിച്വൽ ഫോഴ്സസ് ഓഫ് ഈവിൾ. അതുകൊണ്ടാണ് അത് പൈശാചികമാണ്. ഈ വിസ്ഡം ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യനാകുന്ന പത്രോസിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പത്രോസിൽ വരെ ഇത് പ്രവർത്തിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം, അത് മത്തായി സുവിശേഷമുണ്ട്, 8-ാം അധ്യായം 32-33 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ, എന്നെ വിട്ടു പോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നോക്കുക, സാത്താനെ, എന്നെ വിട്ടുപോ. പത്രോസ് എന്നാ പറഞ്ഞത്? സത്യത്തിൽ ഒരു കാര്യം പറഞ്ഞുള്ളൂ, കർത്താവെ നിനക്ക് അങ്ങനെ ഭാവിക്കരുത് എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെടാൻ പോകും കർത്താവ്. അത് മാനുഷികമാകുന്നൊരു പരിഗണനയാണ് അല്ലേ, ക്രൂശിക്കപ്പെടാൻ പോകുന്ന ക്രിസ്തു. അപ്പോൾ കർത്താവ് പറഞ്ഞതെന്നറിയാം, നമ്മൾ അതാ മനസ്സിലാക്കണ്ടേ. എവ്രിതിങ് that takes our focus away from eternity, from that which is above, ഉയരത്തിലുള്ളതിൽ നിന്ന് ഭൗമികമായതിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്ന എല്ലാം ഡീമോണിക്കാണ്, ഭൗമികമാണ്, അത് പ്രാകൃതമാണ്, മാത്രമല്ല അത് പൈശാചികമാണ്. അങ്ങനെ പൈശാചികമാകുന്ന വിസ്ഡം ഒരാളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ എന്ത് സംഭവിക്കും? അടുത്ത വാക്യം, 16-ാം വാക്യം, ജെയിംസ് ചാപ്റ്റർ 3:16. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും. നോക്ക്, അപ്പോൾ ആ the earthbound, unspiritual and even demonic character of this wisdom is evident from the effects it has in the life of the church. So, the wisdom that is not from above, which is from earth, James says it is of the devil, demonic. If somebody is only having that wisdom, it will be evidenced. It will somehow, എങ്ങനെയെങ്കിലും അത് പുറത്തു വരും. ഇവിടെ അതിൻ്റെ ആ ഒരു കാര്യം വ്യക്തമാക്കാനായിട്ട് ഈ എർത്തലി വിസ്ഡത്തിൻ്റെ പ്രധാനപ്പെട്ട 2 സ്വഭാവ വിശേഷണങ്ങൾ യാക്കോബ് പറയുക. ഒന്ന്, ഈർഷ്യ, ശാഠ്യം. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫോർ വേർ ജലസി ആൻഡ് സെൽഫിഷ് ambition exist, there will be disorder and every vile practice. So, if somebody claims to be having wisdom, and if that real wisdom is not resulted in what we have seen in verses 17 onwards last week, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട ആ 17-ാമത്തെ വാക്യം മുതലുള്ള വിഷയങ്ങളിൽ അല്ല അത് കാണുന്നെങ്കിൽ, എർത്തലി വിസ്ഡത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ജ്ഞാനിയും somebody is claiming to be wise,
അവൻ ക്ലെയിം ചെയ്യുക. അതായത് എനിക്ക് വിശ്വാസമുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് പോലെ എനിക്ക് ജ്ഞാനം ഉണ്ടെന്ന് പറയുക. പക്ഷേ ആ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇഫക്റ്റ് സത്യത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണെങ്കിൽ അത് നിർമ്മലമാണ്, സമാധാനമാണ്, ശാന്തമാണ്, അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അതാണ് ഉയരത്തിൽ നിന്നുള്ള. എന്നാൽ ഭൗമികമാകുന്ന ആ വിസ്ഡത്തിൻ്റെ ആ റിസൾട്ട് എന്താ? എൻവി ആൻഡ് സെൽഫിഷ് അംബീഷൻ. അത് ഉണ്ടായാൽ, എൻവിയും സെൽഫിഷ് അംബീഷനും അതുണ്ടായാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കലക്കവും സകല ദുഷ്പ്രവൃത്തിയും. ഇത് പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊരിന്തിലെ പ്രശ്നം എന്നായിരുന്നറിയാം? കൊരിന്തിലെ പ്രശ്നം, അവർക്ക് കൃപാവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ പ്രശ്നം അവിടെ അവർക്കെല്ലാം സെൽഫായിരുന്നു മുന്നേ നിൽക്കുന്നത്. മാത്രമല്ല അവർ ഇൻഡിവിജ്വലായിട്ടുള്ള ആ സ്പിരിച്വൽ ഗിഫ്റ്റിൻ്റെ ഡിസ്പ്ലേ ചെയ്യാനാണ് അവർ താല്പര്യപ്പെട്ടത് ആകെപ്പാടെ. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? ആകെപ്പാടെ ഡിസോർഡറായപ്പോൾ പോള് എഴുതുകയാണ്, നോ, അങ്ങനെയല്ല, എന്താണ് ഓർഡർലി ആയിട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് 14-ാം അധ്യായം കൊരിന്ത്യരുടെ 1 Corinthians chapter 14. See, Paul is pleading with the Corinthians to refrain from an unbridled, unorganized display of individual spiritual gifts in the assembly, and he reminds them that God is not a God of disorder but of peace. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിസോർഡർ ഉണ്ടാകും. എപ്പോൾ? ഡിസോർഡർ ഉണ്ടാകുന്നത് even in a congregation or in a family or anywhere we come together as a body of people, where if we are pursuing our own selfish concerns and if we are pursuing our own partisan causes rather than the good of the body as a whole, അവിടെ എന്തോ സംഭവിക്കും? അവിടെ ഡിസോർഡർ ഉണ്ടാകും. നോക്കിയേ, അതാണ് പ്രശ്നം. അതാണ് യാക്കോബ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് യു ക്ലെയിം ടു ബി വൈസ്. ആ സഭയ്ക്ക് ലേഖനം എഴുതുക, അപ്പോൾ പറയും നിങ്ങൾ ജ്ഞാനികളാണ്. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം ഇവിടെ ഡിസോർഡർ ഉണ്ട്, ഇവിടെ കലക്കമുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? എർത്തലി വിസ്ഡം കയറിക്കഴിഞ്ഞാൽ ഭൗമികമാകുന്ന ജ്ഞാനമാണ് നിങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് അവിടെ നമ്മൾ കണ്ടല്ലോ, അവിടെ ഈർഷ്യ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അസൂയയും സെൽഫിഷ് അംബീഷനുമാണ്. എങ്കിൽ അവിടെ എന്തുണ്ടാകും? ഡിസോർഡർ ഉണ്ടാകും. നോക്കിയേ, ഇതാണ് എർത്തലി വിസ്ഡത്തിൻ്റെ പ്രശ്നം. എർത്തലി വിസ്ഡം, എൻ്റെ കാര്യമാണ് എനിക്ക് വിഷയം, എൻ്റെ ചിന്ത. അല്ലാതെ ഞാൻ ചിന്തിക്കുന്നത് ആ പൊതുവായിട്ടുള്ള കോമൺ ഗുഡിന് വേണ്ടി എൻ്റെ റൈറ്റ്സിനെ ഞാൻ ബലി കഴിക്കാനായിട്ടുള്ള ഹെവൻലി വിസ്ഡം എനിക്ക് നഷ്ടപ്പെടുകയാണ്. സ്വർഗീയമാകുന്ന ജ്ഞാനം എനിക്കില്ലാതാകുക, എൻ്റേതാകുന്ന താല്പര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് പൊതുസഭയെക്കുറിച്ച് മാത്രമല്ല യാക്കോബ് പറയുന്നത്. സത്യത്തിൽ ജെയിംസ് മേ especially have in mind the leaders of the community. നിശ്ചയമായിട്ടും അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാനിപ്പോൾ എനിക്കത് എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. See, if there is envy and selfish ambition among the leaders, that has a tremendous
potential to damage the unity and order of the church as a whole. ഇല്ലേ? അതാണ് യാക്കോബ് പറയുന്നത്. എൻ്റെ താല്പര്യം, സെൽഫിഷ് ambition. See, if the leaders, if the elders, they have their selfish ambition, എന്നോ സംഭവിക്കുമെന്നറിയാമോ? It will affect the church as a whole. അവിടെ ഡിസോർഡർ ഉണ്ടാകും. ഇതിനെയാണ് ജെയിംസ് വാൺ ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് വെരി വെരി പ്രാക്ടിക്കൽ ലെറ്റർ, വളരെ പ്രാക്ടിക്കലാണ്. സോ നമ്മുടേതാകുന്ന സെൽഫിഷ് അംബിഷൻ, ഇതെല്ലാം തന്നെ യാക്കോബ് പറയുന്ന ഒരു വിഷയം. ഡിസോർഡർ മാത്രമല്ല, എവ്രി ഈവിൾ പ്രാക്ടീസ്. സോ എൻ്റേതാകുന്ന അല്ലെങ്കിൽ നമ്മളുടേതാകുന്ന സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നാം ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഏത് ഈവിൾ പ്രാക്ടീസ് ആ എൻഡിനു വേണ്ടി ചെയ്യാൻ ഞാനും നിങ്ങളും ഒരുക്കമാകും. ദാറ്റ് ഈസ് എ സിമ്പിൾ. സോ വി നീഡ് വിസ്ഡം, ഹെവൻലി വിസ്ഡം ഇൻ ദ ചർച്ച്, ഇൻ ദ ഫാമിലി. അതാ യാക്കോബ് പറയുന്നത്. നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വേണം പ്രിയരെ. നമ്മുടെ കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ സമൂഹം നന്നാകണമെങ്കിൽ we need wisdom from above. നമുക്ക് ഉയരത്തിൽ നിന്നുള്ളതാകുന്ന ആ ജ്ഞാനം വേണം. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത അധ്യായത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ വന്ന ചിലരൊന്നും വന്നില്ല. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഈവൻ ഹാർഡർ നെക്സ്റ്റ് വീക്ക്. സോ ബി പ്രിപ്പയർഡ്. അല്ലേ? നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പം പറയുന്ന പോലെ കുർസിക്ക പെട്ടി ബാന്ധ്ലോ. വി ആർ ഗോയിങ് ടു ഹാവ് എ ബംബി റൈഡ്. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നോക്കുക, അപ്പോൾ ആ പോയിന്റ് വളരെ സിമ്പിളാ. You reap what you sow somewhere. You will definitely reap what you sow. നമ്മൾ മനസ്സിലാക്കണം, നാം വിതയ്ക്കുന്നത് എന്ത് ചെയ്യുമെന്നറിയാമോ? വിതയ്ക്കുന്നത് കൊയ്യും, എവിടെയായാലും കൊയ്യും. അതുകൊണ്ടാണ്, ദാറ്റ് ഈസ് വൈ അത് നമ്മൾ ഇപ്പം ഞാൻ സെൽഫിഷ്നെസ്സും സ്ട്രൈഫുമാണ് വിതയ്ക്കുന്നതെങ്കിൽ I will reap conflict. ഇല്ലേ? എൻ്റെ സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ നോ വണ്ടർ ദർ വിൽ ബി കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു നമുക്ക് നന്നായിട്ട് we need to cultivate. അത് ഉയരത്തിൽ നിന്ന് നമുക്ക് ആ ജ്ഞാനം കർത്താവ് തരും. പക്ഷെങ്കിൽ അറ്റ് ദ സെയിം ടൈം അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് താല്പര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ വി ഷുഡ് ലിസൺ ടു വൺ അനദർ, വി ഷുഡ് റെസ്പെക്റ്റ് വൺ അനദർ, ആൻഡ് വി ഷുഡ് ജഡ്ജ് അവർ ഓൺ സെൽഫിഷ്നെസ്. നമ്മൾ വേറൊരാൾ സെൽഫിഷാന്ന് പറയാതെ വി ഷുഡ് ജഡ്ജ് അവർ സെൽസ്. ഇല്ലേ? And that's how we reap. We sow. നമ്മൾ അങ്ങനെ വിതയ്ക്കാൻ തുടങ്ങുമ്പോൾ there will be the fruit. There will be the fruit of righteousness. A harvest of righteousness is sown in peace by those who make peace. ഇത് യാക്കോബ് പറയുമ്പോൾ അദ്ദേഹം ഇത് പ്രാക്ടീസ് ചെയ്ത ഒരാളായിട്ട് നമുക്കതിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിശേഷിച്ച് അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ എടുത്ത് വായിച്ച് നോക്കിയാൽ അവിടെ ഒരു വലിയ ഡിവിഷൻ്റെ വിഷയമുണ്ടായി. അന്ന് ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത് ഈ യാക്കോബാ. അദ്ദേഹം അവിടെ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എത്ര കൺസിലിയേറ്ററി ആണെന്നറിയാമോ? കൺസിലിയേറ്ററി എന്ന് പറയുമ്പോൾ സത്യത്തെ ബലി കഴിക്കുന്നൊന്നുമില്ല. അവിടെ സത്യത്തെ ബലി കഴിക്കാതെ
ബേസ്ഡ് ഓൺ ഗോഡ്സ് വേർഡ്. നിങ്ങൾ ആ 15th ചാപ്റ്റർ ഓഫ് ആക്ട്സ് വീട്ടിൽ പോയി വായിച്ചു നോക്ക്. യാക്കോബ് എങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ട്രൂത്ത് ഓഫ് ഗോഡ്സ് വേർഡ് ഹി ബ്രിങ്സ് പീസ്. പ്രിയപ്പെട്ടവരെ, അത് പ്രായോഗികമായിട്ട് ഈ അപ്പോസ്തോലൻ ചെയ്യുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 21-ാമത്തെ അധ്യായത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. പോളിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് അവിടെയും നമ്മളത് കാണുന്നുണ്ട്. ഹൗ ജെയിംസ് പ്രാക്ടീസസ് വാട്ട് ഹി പ്രീച്ചസ്. പ്രിയപ്പെട്ടവരെ, let us ask the Lord for his wisdom, and when that wisdom comes, it is wonderful. അതിനിടയ്ക്ക് ഡെവിള് കൊണ്ടുവന്ന് കള വിതയ്ക്കുകയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഉണ്ടാകും. ബട്ട് ഈവൻ ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ്, പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവപാദപീഠത്തിൽ സമർപ്പിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ചിന്തിക്കാം. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചാപ്റ്റർ ഡിവിഷനൊക്കെ പിന്നീടുണ്ടായതാണ്, എന്നാൽ ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിൻ്റെ 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. നമുക്ക് ദൈവം അനുവദിച്ചാൽ അത് കൂടുതലായിട്ട് ആ കാര്യം ധ്യാനിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം അവിടുത്തെ കൃപയാൽ, അവിടുത്തെ ജ്ഞാനത്താൽ തൻ്റെ ജനത്തെ നിറയ്ക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വഴി നടത്തട്ടെ. ദൈവനാമം നമ്മിൽ മഹിമപ്പെടട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് ഇപ്പോൾ അവസാനിപ്പിക്കാം.